എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യൂ. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ലേറ്റസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് വേഗം തന്നെ കാണാൻ പറ്റൂ. ഭാഗ്യലക്ഷ്മി എന്ന് പറഞ്ഞ ഡബിംഗ് ആർട്ടിസ്റ്റും ഡോക്ടർ വിജയ് പി നായർ എന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിൽ ഇഷ്യൂ നമ്മളിപ്പോ എല്ലാവരും അറിഞ്ഞു കാണും. കാരണം കഴിഞ്ഞ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ന്യൂസ് ആയിരുന്നു ഇവർ തമ്മിൽ ഇഷ്യൂ. സോ ഇവർ തമ്മിൽ ഇഷ്യൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ബ്രീഫ്ലി പറഞ്ഞുതരാം ഇവർ തമ്മിൽ എന്താ സംഭവിച്ചതെന്ന്. ഈ ഡോക്ടർ വിജയ് പി നായർ എന്ന് പറഞ്ഞ വ്യക്തി ഒരു സൈക്കാട്രിസ്റ്റ് ആണ്. സോ ഈ വ്യക്തി എന്ത് ചെയ്തു, ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ആ യൂട്യൂബ് ചാനൽ ത്രൂ ഇയാൾ ഇന്ത്യയിലെ മൊത്തം ഫെമിനിസ്റ്റുകളെയും ഒരു പൊളിറ്റിക്കൽ ഡബിംഗ് ആർട്ടിസ്റ്റിനെയും സുഗതകുമാരി അമ്മ എന്ന് പറഞ്ഞ ഗ്രേറ്റ് പോയിറ്റിനെയും അവരെയൊക്കെ വളരെ മോശമായി ചിത്രീകരിച്ചു. വളരെ മോശപ്പെട്ട രീതിയിൽ ഡീഫോം ചെയ്തു. അതുപോലെ അത് സ്ലട്ട് ഷേമിംഗ് വരെ ചെയ്തു. സോ ഈ വീഡിയോ വളരെ അധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ ഇത് വളരെ ഡീപ്പായി ഉൾക്കൊണ്ട് ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. സോ അത് കണ്ട് ഈ ഭാഗ്യലക്ഷ്മിയും കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫെമിനിസ്റ്റുകളും അവർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിലും യൂട്യൂബിലും സൈബർ സെല്ലിനും പോലെ തന്നെ മുഖ്യമന്ത്രിക്ക് വരെ ഇവർ ലെറ്റർ എഴുതി. യൂട്യൂബിൽ റിപ്പോർട്ട് ചെയ്തിട്ടും ആ വീഡിയോ അയാൾ ഡിലീറ്റ് ചെയ്തില്ല. സൈബർ സെല്ലും പോലീസിന്റെയും വക ഒരു റിയാക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെ പ്രതികരിച്ചിട്ട് കൂടിയില്ല. സോ അവർക്ക് വേറെ വഴിയില്ലാണ്ട് അവര് സ്വയം തന്നെ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു. തെറ്റാങ്കിൽ പോലും അവർ സ്വയം തന്നെ നിയമം കയ്യിലെടുക്കേണ്ടി വന്നു. അയാളെ വീട്ടിൽ ചെന്ന് അയാളെ തേടി കണ്ടുപിടിച്ച് അയാളെ മുഖത്ത് കരിയോല വെച്ച് അയാളെ മുഖത്ത് അടിച്ച് അയാളെ മർദ്ദിച്ചുകൊണ്ട് അയാളെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു. ഇനി ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞതിനൊക്കെ മാപ്പ് പറയിപ്പിച്ചുകൊണ്ട് ആ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഇവർ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡും ചെയ്തു. സ്ത്രീകളെ മോശമായി ചിത്രീകരിക്കുന്നതിന് ഇങ്ങനത്തെ ഒരു പണിഷ്മെന്റ് ആണ് വേർഡ് എന്ന് പറഞ്ഞിട്ട് ഈ ഭാഗ്യലക്ഷ്മിയും കുറച്ച് ഫെമിനിസ്റ്റുകളും ചെയ്ത ഈ ഒരു പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. സോ ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഈ സപ്പോർട്ട് ചെയ്യുന്നതും ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാർ രണ്ട് വ്യൂ പോയിന്റ്സും കൂടി കമ്പയർ ചെയ്ത് ആരുടെ ഭാഗത്താണ് ശരി ആരുടെ ഭാഗത്താണ് തെറ്റെന്നുള്ള ഒരു കംപ്ലീറ്റ് അനാലിസിസ് ആണ് ഇന്ന് നടത്താൻ പോകുന്നത്. നമുക്ക് ഫസ്റ്റ് തന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരെ വ്യൂ പോയിന്റ് നോക്കാം. ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ അയാൾക്ക് കിട്ടിയതൊന്നും പോരാ, ഇനിയും അധികം കിട്ടണമായിരുന്നു. അയാൾ ചെയ്ത പ്രവൃത്തി വെച്ച് നോക്കുമ്പം വളരെ കുറഞ്ഞു പോയി അയാൾ കിട്ടിയത്. കാരണം അത്രയും മോശപ്പെട്ട രീതിയിലായിരുന്നു അയാൾ ഡിഫെയിം ചെയ്ത് ആൾക്കാരെ ഒരു സ്ത്രീക്കും താങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നു അയാൾ അബ്യൂസ് ചെയ്ത ലേഡീസിനെ കുറിച്ച് പറഞ്ഞത്. സോ ആ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവുക എന്തുമാത്രം വൃത്തിയുടെ രീതിയിലാണ് അവര് സ്ത്രീകളെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന്. സോ ആ വീഡിയോ കണ്ടവർക്ക് ഓഫ്കോഴ്സ് മനസ്സിൽ എനിക്ക് പോലും തോന്നിക്കില്ല അയാൾക്കൊരു അടിയിൽ കുറവുണ്ടത്. ഒരിക്കലും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അടിച്ചതിന്. കാരണം അയാൾക്കൊരു തല്ല് കിട്ടുന്നതായിരുന്നു. അയാൾ ചെയ്ത വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ആ കണ്ടുനോക്കിയിട്ട് നമുക്ക് തന്നെ മനസ്സിലാവും അയാൾ ചെയ്ത എന്തുമാത്രം വൃത്തിയുടെ രീതിയിലാണ് അവർ അബ്യൂസ് ചെയ്തത്. പിന്നെ അടുത്ത കാറ്റഗറി ക്രിട്ടിസൈസ് ചെയ്യുന്ന കാറ്റഗറി. ആ കാറ്റഗറിയിൽ രണ്ട് തരം ആൾക്കാരാണ് ഉള്ളത്. ഒന്ന് നിയമം കയ്യിലെടുത്തിട്ട് അവർ ചെയ്ത് തെറ്റാതെ കരുതുന്ന ആൾക്കാരും, രണ്ടാമത്തെ ആൾക്കാരെന്ന് വെച്ചാൽ ഇവര് സ്ത്രീയാണ്, സ്ത്രീ ഒരിക്കലും പുരുഷനെ അടിക്കാൻ പാടില്ലായിരുന്നു, ഇവർ ചെയ്ത വളരെ തെറ്റാണ്, സ്ത്രീ എന്നുള്ള ഒരു ജെൻഡർ ഡിഫറൻസിയേഷൻ കരുതുന്ന കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് ഇവർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഇതിൽ പെടും. ചില ആൾക്കാരുണ്ടാവും അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചില സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ മോശമായി പറയുമ്പോൾ അത് ആസ്വദിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. അങ്ങനത്തെ ആൾക്കാരെ അയാളെ സപ്പോർട്ട് ചെയ്തിട്ട് ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അതിൽ പെടുന്ന ആൾക്കാരാണ് ഈ നമ്പർ 2 കാറ്റഗറി പെടുന്ന ക്രിട്ടിസൈസ് ചെയ്യുന്ന ഗ്രൂപ്പിൽ. സോ ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരെ വ്യൂ പോയിന്റ് നോക്കുകയാണെങ്കിൽ അവർ പറയുന്നത് നിയമം കയ്യിലെടുത്തത് വളരെ മോശമായി. അത് കറക്റ്റാണ്. ഒരാൾക്കും നമ്മുടെ ഇന്ത്യൻ നിയമപ്രകാരം ഒരാൾക്കും നിയമം കയ്യിലെടുക്കാനുള്ള അധികാരമില്ല, ഒരാൾ തല്ലാനുള്ള അധികാരമില്ല. പക്ഷെ ഇവര് ഗതികെട്ടുകൊണ്ടാണ് അവർ ചെയ്തതെന്ന് ഓർക്കണം. കാരണം സൈബർ സെല്ലിനും പോലീസിനും ഒക്കെ കംപ്ലൈന്റ് ഇരിക്കുമ്പോൾ ഒരു ആക്ഷനും ഉണ്ടായിട്ടില്ല. സോ വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവര് സ്വയം തന്നെ ആക്ഷൻ എടുത്തു. പക്ഷെ അവരടിക്കുക മാത്രമല്ല ചെയ്തത്, ഇവർ അയാളെ വസ്ത്രാക്ഷേപം ചെയ്യാൻ നോക്കി. അയാളെ ഉടുത്ത മുണ്ടൊക്കെ പറിച്ച് അയാൾ വീണ്ടും ആ മുണ്ട് കെട്ടുമ്പോൾ വീണ്ടും അത് വലിച്ചു ഊരാൻ വേണ്ടി ശ്രമിക്കേണ്ടായിരുന്നു. അതും പോരാതെ ഇവർ യൂസ് ചെയ്ത ലാംഗ്വേജ് വളരെ മോശപ്പെട്ട രീതിയിലായിരുന്നു ഇവർ യൂസ് ചെയ്ത ലാംഗ്വേജ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവരും അയാളും തമ്മിൽ ഒരു വ്യത്യാസം കാണുന്നില്ല. അയാളും അബ്യൂസ് ചെയ്ത് ഇവർ തിരിച്ചും വളരെ ലോക്കൽ ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് അബ്യൂസ് ചെയ്ത് അത് തെറ്റായിരുന്നു. അത് എന്തൊക്കെ പറയാൻ നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ഇനി ഇത് കൺക്ലൂഷൻ പറയാമെങ്കിൽ ഇവർ ചെയ്തത് ശരിയാണോ, ഈ ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ചെയ്തത് ശരിയാണോ തെറ്റാണോ, ഇതിൽ ആരെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത്, ആരെയാണ് ക്രിട്ടിസൈസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഇവർ ചെയ്തത് ശരിയുമാണ് പക്ഷെ തെറ്റുമാണ്. രണ്ടും കൂടി ഒരുമിച്ച് എനിക്ക് പറയാൻ പറ്റൂ. ഞാൻ ഒരു ന്യൂട്രൽ പൊസിഷനാണ് ഇവരെ പറയാ.
കാരണം അയാൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ അയാൾക്ക് ഓഫ്കോഴ്സ് ഒരു തല്ലിന്റെ കുറവുണ്ടായിരുന്നു. തല്ല് കൊടുത്തത് വളരെ നന്നായി. പക്ഷെ അവർ നേരിൽ പോയി തല്ലിയത് വളരെ മോശമായി പോയി. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു നിയമത്തിന്റെ സഹായത്തോടെ അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഒരു പോലീസിനെ വിളിച്ച് അയാളെ അവിടെ കൊണ്ടുപോയി അയാളെ അറസ്റ്റ് ചെയ്യിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ സംസാരം വരില്ലായിരുന്നു. ഇവര് പക്ഷെ ചെയ്തത് അയാളെ ഓയിൽ തേച്ചു, അയാളെ കരി ഓയിൽ മുഖത്ത് തേപ്പിച്ച്, അതുപോലെ തന്നെ അയാളെ വസ്ത്രാക്ഷേപം ചെയ്യാനും ശ്രമിച്ചു. അയാളെ മുണ്ട് പറിച്ചെടുത്തിട്ടും അയാളെ വല്ലാണ്ട് മർദ്ദിക്കുകയൊക്കെ ചെയ്തു. അത് വളരെ മോശമായി പോയി. അവർ യൂസ് ചെയ്ത ലാംഗ്വേജും വളരെ മോശമായിരുന്നു. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ അവർ ചെയ്തത് മോശമാണ്, കുറച്ച് ഓവറും ആയി പോയെന്ന് തോന്നും. പക്ഷേ അവരെ അടിച്ചതിന് ന്യായീകരിക്കാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറയട്ടെ. ഈ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇതിപ്പോ ഒരു ആണെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഒരു ആണ് ഇതേപോലെ അയാളെ ഈ BJP നായരെ തല്ലിയിട്ടുണ്ടെങ്കിൽ സീൻ ഇപ്പം വേറെ രീതിയിലായിരുന്നേ. സംഭവം ഇപ്പൊ ആകെപ്പാട് മാറി. അതൊരു മാസ് തഗ് ലൈഫ് ഒക്കെ പറഞ്ഞ് അയാളെ ഭയങ്കര പൊക്കി അടിച്ച് നമ്മൾ സ്റ്റാറ്റസ് വരെ ഇട്ടേനെ, സോഷ്യൽ മീഡിയ അഭിനന്ദിക്കും. ആ ഒരു രീതിയിലാണുള്ളത്. ഇതിപ്പോ ഒരു സ്ത്രീയാണ് ചെയ്തത്. ഒരു സ്ത്രീ ചെയ്തതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഭയങ്കര പ്രശ്നമാക്കുന്നത്, ക്രിട്ടിസൈസ് ചെയ്യുന്നതും. ഒരു പുരുഷൻ ചെയ്താൽ നമുക്കൊരു ഇഷ്യൂ ഉണ്ടാവില്ല. അവൻ ചെയ്താൽ നല്ലത്, പുരുഷന്മാരെ ചെയ്താൽ അത് മാസം, സ്ത്രീകൾ ചെയ്താൽ അത് മോശവും. അങ്ങനെ ഒരു സൊസൈറ്റിയിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. സ്ത്രീകൾ വളരെ താഴെയും പുരുഷന്മാർ മുകളിലായിട്ടുള്ള ഒരു ചിന്താഗതിയിലാണ് നമ്മുടെ സൊസൈറ്റി ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ വേറൊരു ഉദാഹരണം പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാണ്. അവർ ചെയ്ത ന്യായീകരിച്ചുകൊണ്ട് ഒരു സ്ത്രീ, ഒരു വഴിയെ പോകുന്ന സ്ത്രീയെ ഒരാൾ അപമാനിച്ചു, അവരെ വളരെ മോശമായ രീതിയിൽ അപമാനിച്ചു. അന്നേരം ആ സ്ത്രീ റിയാക്ട് ചെയ്ത് അയാളെ കരണക്കുറ്റി നോക്കി ഒന്ന് കൊടുത്താൽ, അയാളെ തല്ലിയാൽ നമ്മൾ അന്നേരം അവിടെ ന്യായം പറയുമോ? അവിടെ നമ്മൾ ലോ പോയിന്റ് നോക്കോ? ഈവൻ ഇല്ലെങ്കിൽ നമ്മുടെ പെങ്ങളെയോ അമ്മമാരെ കുറിച്ച് ആരെങ്കിലും ഇതേപോലെ പറയുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് റിയാക്ട് ചെയ്യില്ല. നമ്മൾ അടുത്ത് കൈയെത്തും ദൂരത്തെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ തല്ലിയിരിക്കും, റിയാക്ട് ചെയ്തിരിക്കും. കാരണം നമ്മളൊരു മനുഷ്യരാണ്, നമ്മൾ റിയാക്ട് ചെയ്തിരിക്കും. അതേ ഈ ഭാഗ്യലക്ഷ്മി കൂട്ടരും ചെയ്തിട്ടുള്ളൂ. അവരെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞു, അവരതിന് റിയാക്ട് ചെയ്തു. അത്രേ ഉള്ളൂ. ഇതിന് നമുക്ക് അവരെ കുറ്റവും പറയാൻ പറ്റില്ല, സപ്പോർട്ടും ചെയ്യാൻ പറ്റില്ല. ആ ഒരു രീതിയിലാണുള്ളത്. കാരണം ഇവർ നിയമം കയ്യിലെടുത്ത് വളരെ തെറ്റാണ്. അത് മാത്രമാണ് ഇവർ ചെയ്ത വളരെ മോശപ്പെട്ട സംഭവം. നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്തു. ഭാഗ്യലക്ഷ്മിയും കൂട്ടരും ചെയ്തത് ശരിയാണോ തെറ്റാണോ? ഇവിടെ ആര് ഭാഗത്താണ് ശരി, എന്താണ് ശരി, അല്ലെങ്കിൽ ഇവരെങ്ങനെയാണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ബോക്സിൽ എഴുതി തന്നെ അറിയിക്കൂ.